രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് മധുസൂദനും മഹിമയ്ക്കും ഭയങ്കര സന്തോഷം. ശ്രീകാന്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ശ്രീകാന്ത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പോഴേക്കും മധുസൂദനൻ പറഞ്ഞു, മോനെ നീ വന്നല്ലോ, എനിക്ക് സന്തോഷം സമാധാനമായി. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ സന്തോഷത്തോടെ വന്ന് താമസിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അന്നൊന്നും അത് സാധിച്ചിട്ടില്ല. അത് കേട്ടത് വർഷ പറഞ്ഞു, അതെ ഞാൻ തന്നെയാ വരുന്നെങ്കിൽ ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് അച്ഛൻ കരുതിയിട്ടുണ്ടോ? ഇപ്പൊ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അങ്കിളേന്ന് പറഞ്ഞു. എന്താണെങ്കിലും എനിക്ക് സന്തോഷമായി. മഹിമ പറഞ്ഞു, വാ മോനെ കയറി വാ. ഈ സമയത്ത് മധുസൂദനൻ പറഞ്ഞു, മോനെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട അങ്കിളേന്ന് പറഞ്ഞു. ഒന്നും വേണ്ടെന്നോ? അതേ മഹിമേ എന്താന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കണമെന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, ശ്രീകാന്ത് നല്ല ഒന്നാം തന്നെ ഒരു കുക്കാന്നുള്ള അറിയാലോ, നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, അമ്മ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു, ഓഹോ അപ്പം ഞാനുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടാണല്ലോ നീ കല്യാണത്തിന് മുമ്പ് വരെ ജീവിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ. പക്ഷെ അവിടെ രേവതി ചേച്ചി ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും നല്ല അടിപൊളി കുക്ക, അവർ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. രേവതി ചേച്ചി ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പം മധുസൂദനൻ പറഞ്ഞു, അത് ശരിയാ മോളെ. ഓഹോ അപ്പം മധുവേണ്ണ എന്നെ കുറ്റം പറയുവാണെന്ന് ചോദിച്ചു. അങ്ങനെയല്ലാന്ന് പറഞ്ഞു. പിന്നീട് ശ്രീകാന്തിനോട് മധുസൂദനൻ പറഞ്ഞു, ബാമോനെ നമുക്ക് ഇത്തിരി സംസാരിക്കാന്ന് പറഞ്ഞോട് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോഴേക്കും ശ്രീകാന്തിന് ടെൻഷനായി. എന്തിനാ ഏതാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ 10-20 ലക്ഷം രൂപയും തന്നിട്ടുണ്ട്, അത് വർഷയോട് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ മധുസൂദനൻ വിളിച്ചോണ്ട് പോയിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞു, മോനെ ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് പുച്ഛമായിരുന്നു നേരത്തെ. എന്തോ ഒന്നുമില്ലാത്ത അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികളൊക്കെ ആയിരുന്നു. രവീന്ദ്രനെ നിന്റെ വീട്ടുകാരെയൊക്കെ ഞാൻ കുറെ ദ്രോഹിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സച്ചിയൊക്കെ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ ആ പണം വാങ്ങാത്ത എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. ആ ചെക്ക് വാങ്ങാത്ത നിന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. അതിലെനിക്ക് സന്തോഷമുള്ളൂ, കാരണം നീ ആത്മാഭിമാനമുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷെ നിനക്കറിയാലോ മോനെ, ഞങ്ങൾക്ക് ആകെപ്പാട് ഒറ്റ മോളേ ഉള്ളൂ. അവളുടെ സുഖവും സന്തോഷമാണ് ഞങ്ങൾ നോക്കുന്നേ. അവൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിനക്കും അവൾ കൂടെ ഒരു ഹോട്ടൽ തുടങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമല്ലോ. പിന്നെ അവളും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്കിളെ. എനിക്കറിയാം നീ ഇങ്ങനെ പറയുള്ളൂന്ന്. നീ രവീന്ദ്രന്റെ മകനല്ലേ, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എനിക്ക് നിന്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെട്ടെ. ഒരു പക്ഷേങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി വേറൊരു കല്യാണം ആലോചിച്ചായിരുന്നെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. സ്വത്ത് മോഹിച്ചു വരുന്നവരായിരിക്കും അവരൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ലോ. ഇതിനു മുമ്പ് വന്ന ആലോചന അങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ കണ്ണ് തുറന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ശ്രീകാന്തിനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീകാന്തിന് അത്ഭുതമായി. ഇയാള് ശരിക്കും മാറിയതാണോ അതോ വീണ്ടും അഭിനയിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ചിന്തകൾക്ക് കുറെ മാറ്റങ്ങൾ വന്നു. അഭിനയിക്കുന്നല്ലാന്ന് മനസ്സിലായി. എന്തോ മനസ്സിൽ തട്ടി പറയുന്ന കാര്യങ്ങളാണെന്നറിയാം. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ സച്ചി കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. രേവതി ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, ഇതെന്താ സച്ചിയേട്ടാ? അതെ, ഇത് വർഷയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച. വർഷയ്ക്ക് വേണ്ടിയിട്ടോ? അതിന് വർഷ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ, പിന്നെ എവിടെ പോയി? വർഷയുടെ വീട്ടിൽ പോയി. വീട്ടിലോ? നീ എന്തൊക്കെയാ രേവതി പറയണമെന്ന് ചോദിച്ചു. അതെ, വർഷയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ വർഷ പോയി എന്ന് പറഞ്ഞു. ഓഹോ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്തേലും നാടകമായിട്ട് അയാൾ വന്നിരിക്കണേന്ന്. നാടകമോ? ഇത് നാടകമൊന്നും പറയാൻ പറ്റില്ല. വർഷയുടെ അച്ഛൻ ഇവിടെ നിൽക്കാൻ ഒരുങ്ങിയതാ. അപ്പൊ വർഷയുടെ അമ്മയെ പറഞ്ഞേ, എങ്കിലും ഒരു കാര്യം ചെയ്യുക, വർഷ കുറച്ച് ദിവസത്തേനും വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട്. അപ്പൊ ശ്രീകാന്തിനെ ഞാൻ പറഞ്ഞു വിട്ടു. നീ എന്തിനാ അവനെ അവിടെ പറഞ്ഞു വിട്ടേ? സച്ചേട്ടാ, അവളുടെ സ്വഭാവം അറിയാലോ. അവള് ചിലപ്പം എന്തും ചെയ്യാൻ മടിക്കില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതൊരു പോംവഴിയുള്ളൂ. ശ്രീകാന്ത് കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു നോട്ടം ഉണ്ടായിരിക്കും. അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവളുടെ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അവരത് ശ്രദ്ധിക്കാനും പോകത്തില്ലല്ലോ. ശരിയാ, ഒരു കണക്കിന് അത് ശരിയാന്ന് പറഞ്ഞു. സച്ചിക്ക് എന്നാലും വിഷമമുണ്ടായിരുന്നു. സച്ചി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ കവറിനകത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിച്ചു, ഇതെന്താ സച്ചിയുടെ കളിപ്പാട്ടം? അതെ, വർഷയുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. എൻ്റെ സച്ചിയേട്ടാ, അതിനിപ്പോഴും ഈ കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? വേണം എന്ന് പറഞ്ഞു. ചെറിയ പാവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. സച്ചി അതെല്ലാം നിരത്തി വെച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, സച്ചിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എനിക്കറിയാം സച്ചിയേട്ടൻ്റെ വിഷമം എന്താന്ന്.
വന്നു കഴിഞ്ഞപ്പോൾ വർഷയെ കാണാത്തോണ്ടല്ലേ? കാരണം സച്ചു ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് വർഷയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണോ ഓരോ ദിവസം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. സീഡ്സ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. രേവതി പിന്നീട് ആ പാവയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെ കൊഞ്ചിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിയുടെ നെഞ്ചു വിങ്ങി. അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടൊരു കുഞ്ഞിനെ. വർഷയ്ക്കാണെങ്കിലോ കുഞ്ഞ് വേണ്ടാന്നുള്ള രീതിയാണ്. പക്ഷെ രേവതിക്ക് നേരെ തിരിച്ചാണ്. ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കത്തില്ല, വേണ്ടവർക്കൊട്ട് ആഗ്രഹം ഇല്ലാതാനും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അല്ല, വേണ്ടാത്തവർക്കാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും. അതൊക്കെ ഓർത്ത് സച്ചിക്ക് ഭയങ്കര വിഷമമായി. രേവതിയോട് ചോദിച്ചു, നിനക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചു. എന്ത്? അല്ല, നമുക്കൊരു കുഞ്ഞില്ലാത്തതുകൊണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല സച്ചേട്ടാ. ഇനിയിപ്പം വർഷ പ്രഗ്നന്റ് അല്ലേ, ഉടനെ തന്നെ ഇവിടെ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോവല്ലേ, അപ്പോൾ എനിക്ക് അതിൻ്റെ സന്തോഷമുള്ളെന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് എന്തോ കിടക്കാൻ പോലും തോന്നില്ല. വർഷ സിറ്റ് ഔട്ടിൽ കൂടി ഇങ്ങനെ വന്ന് നടക്കുമ്പോഴത്തേനും ശ്രീകാന്ത് ചോദിച്ചു, നീ എന്തെങ്കിലും ഇവിടെ നടക്കണേ, വന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല ശ്രീകാന്തേ. അതെന്താ? അവിടെയാണെങ്കിൽ എന്ത് രസമായിരുന്നു, എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് രേവതി ചേച്ചി കാണും, സച്ചിയേട്ടൻ കാണും. പക്ഷെ ഇവിടെ വന്നിട്ട് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയെന്ന് പറഞ്ഞു. ശ്രീകാന്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വർഷ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ടാ. വർഷ പറഞ്ഞു, എനിക്ക് അച്ഛനവിടെ നിൽക്കുന്നതോട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സച്ചേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് പോന്നേ. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നേരത്തെ ഞാൻ താമസിച്ച വീടാത് കല്യാണത്തിന് മുമ്പ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എനിക്കൊന്നും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീകാന്ത് വർഷയെ ചേർത്ത് പിടിച്ചു. അതിന് കാരണം എന്താണെന്നറിയാവോ? എന്താ? ഇപ്പം നീ ഈ വീടിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ആ വീടാന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, ശരിയാ, വീടിൻ്റെ വലിപ്പത്തിലൊന്നും അല്ല കാര്യം, അവിടെയുള്ള ആൾക്കാരുടെ ഇതിലാണ്, മനസ്സിലാണ്. രേവതി ചേച്ചിയെ സച്ചേട്ടനൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കാത്തതെന്ന്? ഇപ്പം കാര്യം മനസ്സിലായില്ലേന്ന് ചോദിച്ചു. ശരിയാ, വർഷ അതൊക്കെ ആലോചിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ വർഷയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് മുറിയിലേക്ക് പോയി. അതെ, ഗർഭിണികൾ ഇങ്ങനെ ഉറക്കളിക്കാൻ പാടില്ല, നല്ല ഉറക്കം കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് ദേഷ്യമായി. അത് എപ്പോഴും ഇങ്ങനെ ഗർഭിണി എന്ന് പറയേണ്ട കാര്യമില്ല. എനിക്കറിയാം, ശ്രീകാന്ത് എന്നോടൊപ്പം വന്നത് പോലും ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. ശ്രീകാന്ത് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ സച്ചിയോട് കാര്യം പറയാൻ തീരുമാനിച്ചു, സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച്. അങ്ങനെ സച്ചിയുടെ അടുത്ത് ചെന്ന് കാര്യം പറയാണ്. എടാ, എനിക്ക് സ്കൂൾ ഡ്രൈവറായിട്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അച്ഛനിത് എന്തിൻ്റെ കേടാ? അച്ഛന് പൈസ വേണം വല്ലേ പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം. ഈ വയസ്സനാം കാലത്ത് ഇനി അച്ഛനിപ്പം പിന്നെ ജോലി ചെയ്യാൻ പോയിട്ട് വേണ്ടേ സമ്പാദിക്കാനായിട്ട്? അച്ഛൻ എത്ര രൂപ വേണം? ഞാൻ അച്ഛനോട് എപ്പോഴും ചോദിക്കുന്നതല്ലേ ക്യാഷിന് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന്. ദേവേന്ദ്രൻ പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ടടാ. പിന്നെയോ? എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടാ, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് 10 രൂപ ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ സന്തോഷം വേറെ ഒന്നാന്ന് പറഞ്ഞു. എന്നാലും അച്ഛാ, എടാ, ഇതിപ്പോൾ അശോകൻ പറഞ്ഞ കൊണ്ടുവന്നാണ്. പൂവത്തൂർ സ്കൂളിലാണ് രാവിലെ വൈകുന്നേരം കുട്ടികളെ കൊണ്ടുവന്നോണം. സ്കൂൾ ബസ് ഓടിച്ചാൽ മതി. പിന്നെ പകൽ സമയം മൊത്തം ഫ്രീ അല്ലേടാ, അത്ര അധ്വാനമുള്ള പണിയല്ല. വീട്ടിലിരുന്ന് ശരിക്കും മുഷിഞ്ഞടാ. പണത്തിന് വേണ്ടി മാത്രമല്ല, വീട്ടിലിപ്പോൾ ഭയങ്കര ബോറാ. നിങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവും. ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ. ചന്ദ്രൻ ചിലപ്പോൾ ഭാമയെ കാണാനൊക്കെ പോകും. എത്ര സമയം എന്ന് വെച്ചാൽ TV ഒക്കെ കണ്ടിങ്ങനെ സമയം കഴിയുന്നേ. ശരിക്കും ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറാ. നമുക്ക് വീട്ടിൽ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഇല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെന്ന് പറഞ്ഞു. ഒടുവിൽ രവീന്ദ്രൻ്റെ മനസ്സെന്താണെന്ന് സച്ചിക്ക് മനസ്സിലായി. കാരണം അച്ഛൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. സച്ചിയോട് ശരി, അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. രേവതിക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ ഇഷ്ടമല്ലേ. പക്ഷേ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ രവിയേട്ടൻ പോകേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ രവീന്ദ്രൻ സമ്മതിച്ചില്ല. അങ്ങനെ രവീന്ദ്രൻ ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സ്കൂളിൽ തന്നെയാണ് ആദിക്ക് ശ്രുതി അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. സച്ചിയിൽ നിന്ന് രേവതിയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ആദ്യം കൊണ്ടുപോയി അവിടുത്തെ ഒരു സ്കൂളിൽ ഓടം കയറാൻ മൂലയിലൊരു സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയതാ. പക്ഷെ അത് ശ്രുതിക്ക് തന്നെ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. ശ്രുതി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണികൾ. അപ്പോൾ ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.